നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കണ്ടു. അത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. ഒപ്പം ഒരു പുച്ഛവും. ആ ചിത്രം ഒന്ന് പ്രേക്ഷകർ കാണണം. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫാണ് ചങ്ങനാശ്ശേരി പോപ്പിന്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്നത്. കഷ്ടം തോന്നുന്നു അല്ലേ? നമ്മുടെ എല്ലാം തലമുറകൾക്ക് കേവലം കേട്ടറിവ് മാത്രമായ പഴയ ഫ്യൂഡൽ നാടുവാഴിക്കാലത്തെ മാടമ്പി തമ്പുരാന്റെ മുൻപിൽ അടിയാൻ തൊഴുതു നിൽക്കുന്നത് പോലെയുണ്ട് ഈ ചിത്രം കണ്ടപ്പോൾ, അല്ലേ? ജനായത്ത ഭരണകാലത്ത് ഒരു ജനകീയ മന്ത്രിസഭയിലെ അംഗം കേവലം ഒരു ജാതി സംഘടനയുടെ നേതാവിന്റെ മുൻപിൽ അയാളിൽ നിന്ന് എന്തോ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടെന്ന മട്ടിൽ കൂപ്പുകൈയോടെ തൊഴുതു വണങ്ങി നിൽക്കുക. സമുദായ നേതാവാകട്ടെ ഒരു കരിങ്കൽ വിഗ്രഹം പോലെ ഇത് ആസ്വദിച്ചുകൊണ്ട് കരിങ്കല്ലിന് കാറ്റുപിടിച്ച പോലെ അങ്ങനെ തന്നെ ഇരിക്കുക. എത്ര ദയനീയവും ഗതികേടിലൂടെയുമാണ് നമ്മുടെ കൊച്ചു കേരളം കടന്നു പോകുന്നതെന്ന് ഓർത്തു നോക്കിക്കേ. ഇതിന് പറയേണ്ട പേര് ഞാനിവിടെ പറയുന്നില്ല. രാഷ്ട്രപതി പോലും ഭരണഘടനയ്ക്ക് താഴെയാണെന്ന് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ് ആരോടും ഭയമോ പക്ഷപാതിത്വമോ ഇല്ലാതെ തന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് ഭരണഘടനയെ സാക്ഷി നിർത്തി ഭരണഘടനാനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി കേവലം ഒരു സമുദായ നേതാവ് മാത്രമായ ഒരു വ്യക്തിയുടെ മുന്നിൽ ഭയഭക്തി ബഹുമാനപൂർവ്വം തൊഴുതു വണങ്ങി നിൽക്കുന്ന കാഴ്ച കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അപമാനിതരാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന പടുത്തുയർത്തിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്ന് സമത്വമാണ്. സമത്വ ഭാവനയോടെ ഉള്ള ബഹുമാന ആദരവുകൾക്കപ്പുറം ഒരു ബഹുമാനവും ആദരവും ഇന്ത്യയിലെ ഒരു പൗരനും ഒരാൾക്കും നൽകേണ്ടതുമില്ല, തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടതുമില്ല. അതിനപ്പുറം ബഹുമാന ആദരവുകളുടെ പേരിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം വിധേയത്വത്തിന്റെയും അടിമത്തത്തിന്റെയും വേദാന്തരങ്ങളായ ബാഹ്യ പ്രകടനങ്ങളാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിലെ ജനപ്രതിനിധിയായി നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും കേരളത്തിലെ അന്തസ്സും അഭിമാനവും വ്യക്തിത്വവുമുള്ള ജനത പ്രതീക്ഷിക്കുന്ന ഒന്നല്ല ഇത്. NSS ജനറൽ സെക്രട്ടറി എന്നല്ല ഏതൊരു വ്യക്തിയുടെയും മുന്നിലും ഒരു സംസ്ഥാന മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഇത്തരത്തിലുള്ള വിധേയഭാവത്തോടു കൂടിയ ശരീരഭാഷയിലുള്ള തൊഴുതു കൈയോടെ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നുവെന്ന് തോന്നുമാറുള്ള ഇത്തരം വിധേയത്വ പ്രകടനങ്ങൾ. ഉണ്ണുന്ന വയററിഞ്ഞില്ലെങ്കിലും വിളമ്പുന്ന കൈയെങ്കിലും അറിയണമെന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. താൻ പേമാരിയും വാടമ്പിത്തരവും സ്ഥായിഭാവവുമായ ഒരു വ്യക്തിയിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല. പക്ഷേ കേരള സർക്കാരിന്റെ പൊതു ഖജനാവിൽ നിന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജറുടെ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും കുറച്ചുകൂടി മര്യാദയോടുകൂടിയുള്ള പെരുമാറ്റം സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗത്തിന് ന്യായമായും തന്റെ സന്ദർശന വേളയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ പല മുൻകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ വ്യക്തിയുടെ സ്വതവേയുള്ള പരമപുച്ഛത്തോടെയുള്ള ശരീരഭാഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെയൊന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവുകയില്ലെന്ന് മന്ത്രി മുൻകൂട്ടി കാണണമായിരുന്നു. ഏതായാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന ഇത്തരം നടപടികൾ ആവർത്തിക്കാൻ നിന്നുകൊടുക്കാൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഇനിയെങ്കിലും തയ്യാറാവുകയില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? വടശ്ശേരി ദാമോദര മേനോൻ സതീശനെ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തെ കണ്ടുപഠിക്കണം മറ്റുള്ള മന്ത്രിമാർ.